വാർത്തകൾ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം എന്ന് പത്രപ്രവർത്തകൻ്റെ ഒരു ധർമ്മം, ഉത്തരവാദിത്വം ഇവയിൽ അധിഷ്ഠിതമായി ചെയ്ത പ്രവൃത്തിയെ എങ്ങനെയാണ് ഭരണാധികാരികൾ കുറ്റകരമായ പ്രവൃത്തിയാക്കി മാറ്റുന്നത് എന്നത് ചോദ്യം ചെയ്യപ്പെടണം എന്നതാണ്. തൂണിലും തുരുമ്പിലും, കുടിക്കുന്ന ജലത്തിലും ശ്വസിക്കുന്ന വായുവിലും വാർത്തകൾ എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം എന്ന് വിചിന്തനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് പത്രപ്രവർത്തകരിൽ ഏറെയും. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഊർജം ഉൾക്കൊണ്ട പിൻതലമുറക്കാർ അതിസാഹസികമായി തന്നെ അവരുടെ കർമ്മം അനുഷ്ഠിച്ചു വരുന്നുണ്ട്. അപ്രകാരം കർമ്മം അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന പ്രവൃത്തി ധർമ്മത്തിലധിഷ്ഠിതമാണോ ധാർമ്മികമാണോ എന്നുള്ള വിഷയങ്ങൾ പരിശോധിക്കപ്പെടാനിടവരുന്നത് അവ കോടതിയിലെത്തുമ്പോഴാണ്. സമീപകാലത്ത് പത്രപ്രവർത്തകരായ റിപ്പോർട്ടർ ചാനലിലെ ആദ്യകാല പ്രവർത്തകരായിരുന്ന പ്രദീപും പ്രശാന്തും അവരുടെ ഇത്തരം അന്വേഷണാത്മകമായിട്ടുള്ള പ്രവൃത്തികൾക്കിടയിൽ ചെയ്ത ഒരു അന്വേഷണ റിപ്പോർട്ട് കോടതി കയറാനും പൊരുതി നിയമപ്രശ്നം സ്ഥാപിക്കാനും ഇടയായ ഒരു കേസുണ്ടായി. ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് അത് ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ്റെ മുമ്പേ എത്താനിട വന്നത്. വർത്തമാനകാല സംഭവങ്ങളിലെ റിപ്പോർട്ടുകൾ തേടുമ്പോൾ, റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുമ്പോഴും കേവലം നിശബ്ദ നിരീക്ഷകർ എന്നതിനപ്പുറത്ത് തങ്ങൾ അന്വേഷണാത്മകമായിട്ടുള്ള വസ്തുതകൾ തേടുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ നിജസ്ഥിതി അനുവാചകരിലെത്തിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ പെരുമാറുന്ന ഒരു കൂട്ടം പത്രപ്രവർത്തകരെങ്കിലും നമുക്കിടയിലുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകളുണ്ടായിട്ടുണ്ട്. 1975 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരള രാഷ്ട്രീയത്തെ തന്നെ ഗതി തന്നെ മാറ്റിയൊഴുക്കത്തക്ക രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേസുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്നത് വിതുര പെൺവാണിഭ കേസും സൂര്യനെല്ലി പെൺവാണിഭ കേസുമാണ്. അതിൽ ഉൾപ്പെട്ട ആളുകളുടെയും ആ കേസുകളിൽ ഉണ്ടായിരുന്ന ധാർമ്മികതയുടെയും സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത പ്രവൃത്തികൾ ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ആ കേസ് ഒട്ടനവധി രാഷ്ട്രീയ പ്രാധാന്യത്തിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റൊരു രീതിയിൽ പരിശോധിച്ചാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കത്തക്ക രീതിയിൽ പിൽക്കാലത്ത് ആ കേസിൻ്റെ നാൾ വഴികൾ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെന്ന് കാണാം. സമാനമായ മറ്റൊരു സംഭവമാണ് 2011-12 കാലങ്ങളിലെല്ലാം ഉയർന്നു വന്ന 13-14 കാലങ്ങളിൽ സജീവമായിട്ട് കേരളത്തെ ചർച്ചയ്ക്ക് ഇടയാക്കി വന്ന സോളാർ കേസ്. സോളാർ കേസിനെ കുറിച്ച് ഉള്ള പരിശോധനയിൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ സഹായികളായി പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള നൈതികതയും മറ്റും ചോദ്യം ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു. പിൽക്കാലത്ത് ഗവൺമെൻറ് തന്നെ മാറിപ്പോകുന്ന മറ്റൊരു ഗവൺമെൻറ് വരാനിടയാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നതും ഈ സോളാർ കേസിലെ വസ്തുതകളുടെ പ്രഹരശേഷിയുടെ ഒരു സ്വാധീനം കൊണ്ടാണ്. നമ്മുടെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രദീപും പ്രശാന്തും ഉൾപ്പെട്ട ആ കേസിൻ്റെ ഉത്ഭവം 2013 ജൂലൈ മാസം അവർ പത്തനംതിട്ട ജയിലിൽ അന്ന് വിചാരണ തടവുകാരനായി കഴിയുന്ന ശ്രീ ജോപ്പൻ്റെ ഒരു മുഖാമുഖം എടുക്കുന്നതിന് പോയതുമായിട്ട് ബന്ധപ്പെട്ടാണ്. പൂർണ്ണമായും ജയിൽ ചട്ടങ്ങൾക്ക് വിധേയമായി ജയിൽ അധികൃതരുടെ അനുമതിയോടുകൂടി ശ്രീ പ്രദീപും സഹായിയായ പ്രശാന്തും മുഖാമുഖത്തിനായി ജയിലിലെത്തുകയും ജയിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ തടവുകാരനായി കഴിയുന്ന ജോപ്പനെ കാണാനിടുകയും ചെയ്തു. അവിടെ മൊബൈൽ ഫോണിന്
പ്രവേശനാനുമതി ഇല്ലായിരുന്നു. അവരുടെ മൊബൈൽ ഫോൺ ഉദ്യോഗസ്ഥർ വാങ്ങിവെക്കുകയും ചെയ്തു. എന്നാൽ ഇവർ മുഖാമുഖം നടത്തി പ്രസിദ്ധീകരിച്ചേക്കാവുന്ന വാർത്തയുടെ ഉള്ളടക്കത്തിൽ നിന്നും രാഷ്ട്രീയത്തിലുണ്ടായേക്കാവുന്ന കോളിളക്കം മണുത്തു മനസ്സിലാക്കിയ ഭരണാധികാരികൾ ആ ജയിലധികൃതരെ കൊണ്ട് ഇവർക്കെതിരെ ഒരു കേസെടുപ്പിച്ചു. ദ പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസസ് മാനേജ്മെൻറ്റ് ആക്ട് എന്ന പ്രത്യേക നിയമത്തിലെ 86, 87 എന്നീ വകുപ്പുകൾ പ്രകാരമായിരുന്നു ആ കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസിൽ തുടർന്ന് പിന്നീട് കേസ് കുറ്റപത്രം കൊടുക്കുന്നു. ആ കുറ്റപത്രത്തിൽ അവർ ചെയ്തത് 2 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും കിട്ടാവുന്ന ഒരു കുറ്റകൃത്യം എന്ന ആക്ഷേപം. അതായത് തടവുകാരനെ ഇൻ്റർവ്യൂ ചെയ്തു, ആ തടവുകാരനിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ മാലോകരെ അറിയിക്കാൻ ശ്രമിച്ചു. ഇതായിരുന്നു വസ്തുതാപരമായി അതിൻ്റെ ആക്ഷേപം ഉണ്ടായിരുന്നത്. ഈ കാര്യങ്ങൾ അങ്ങനെ കേവലം ഇത് സർക്കാരിൻ്റെ ഒരു നിയമ നടപടിക്ക് വിധേയരായി നിന്നുകൊണ്ട് ഇതങ്ങ് അവസാനിപ്പിച്ച് കളയാം എന്ന ഒരു തീരുമാനത്തിന് പകരം നിയമപരമായി പൊരുതാവുന്ന വേദികളിൽ ഇതിനെ പൊരുതി നേടാൻ കഴിയുമോ എന്ന് പ്രദീപും പ്രശാന്തും തീരുമാനിക്കുകയുണ്ടായി. തികച്ചും നിരുപദ്രവകരമായി ഉള്ള ഒരു പ്രവൃത്തിയാണ് തങ്ങൾ ചെയ്തത് എന്ന ഉത്തമ ബോധ്യത്തോടെ അപ്രകാരം പത്രപ്രവർത്തകൻ്റെ ഒരു ധർമ്മം, ഉത്തരവാദിത്വം, അർപ്പണബുദ്ധി ഇവയിൽ അധിഷ്ഠിതമായി ചെയ്ത പ്രവൃത്തിയെ എങ്ങനെയാണ് ഭരണാധികാരികൾ കുറ്റകരമായ പ്രവൃത്തിയാക്കി മാറ്റുന്നത് എന്നത് ചോദ്യം ചെയ്യപ്പെടണം എന്നത് ശ്രീ പ്രദീപും പ്രശാന്തും തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടായിരുന്നു ഹൈക്കോടതിയിൽ ഇത് എത്താനിടയായത്. അവർക്ക് അനുകൂലമായിട്ടുണ്ടായിരുന്ന ചില സാഹചര്യങ്ങൾ അതിലുണ്ടായിരുന്നു. നിയമപരമായൊരു സാഹചര്യമുണ്ട്. അത് 2008, 2010 കാലത്തെല്ലാം NDTV ടെലിവിഷന് വേണ്ടി RK ആനന്ദ് നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലെ ചില ഗൈഡ് ലൈൻസ് ആയിരുന്നു. അത് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് സതുദ്ദേശപരമായ കാരണത്താൽ തികച്ചും ഉത്തരവാദിത്തോടുകൂടി ദുരുപയോഗപ്പെടുത്തുകയില്ല എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാർത്ത ഉറവിടം തേടി അത് കണ്ടെത്തി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ സ്റ്റിംഗ് ഓപ്പറേഷൻ കുറ്റകരമല്ല എന്നതായിരുന്നു അവർക്ക് RK ആനന്ദിൻ്റെ കേസിൽ അനുകൂലമായിട്ടുണ്ടായിരുന്ന ഒരു നിയമ സാഹചര്യം. മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. റിപ്പോർട്ടർ ചാനലിൻ്റെ എല്ലാമായ ശ്രീ MV നികേഷ് കുമാർ 2008, 2009 കാലത്ത് RK ആനന്ദിൻ്റെ കേസ് കൂടാതെ ശ്രീ പ്രദീപിനും മറ്റും അനുകൂലമായിട്ടുള്ള മറ്റൊരു കേസും അക്കാലത്ത് നിലവിലുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശ്രീ നികേഷ് കുമാർ പ്രതിയാക്കപ്പെട്ട മറ്റൊരു കേസാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെ ചീഫ് എഡിറ്ററായിരുന്ന ശ്രീ നികേഷ് കുമാറിനെതിരെ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്ന മുൻ മന്ത്രി ശ്രീ ബാലകൃഷ്ണപിള്ളയുമായി ഫോണിൽ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ സർക്കാർ കേസെടുക്കുകയുണ്ടായി. ഭംഗ്യന്തരണ പറയട്ടെ, അതും UDF സർക്കാരാണ് ആ കേസെടുത്തത്. ആ കേസും ശ്രീ നികേഷ് കുമാർ ഹൈക്കോടതി മുമ്പാകെ ചോദ്യം ചെയ്തു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ശ്രീ CT രവികുമാർ ഇതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള നിയമം മുഴുവനും പരിശോധിച്ചുകൊണ്ട് ശ്രീ നികേഷ് കുമാറിനെ കുറ്റമുക്തനാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ നേരിടാതെ തന്നെ ശ്രീ നികേഷ് കുമാറിന് കേസിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത് RK ആനന്ദിൻ്റെ കേസിന് ശേഷം പിന്നീട് കേരളത്തിൽ വന്നതോ നമ്മുടെ ദേശീയ തലത്തിൽ പല സ്ഥലങ്ങളിൽ വന്നതുമായിട്ടുള്ള ഇങ്ങനെ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുന്ന കേസുകളിൽ പത്രപ്രവർത്തകർക്ക് ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലും സ്വന്തം തൊഴിലിൻ്റെ ഉത്തരവാദിത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി അത് ചെയ്യുമ്പോൾ സതുദ്ദേശം എന്ന ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാൽ അതിന് നിയമപരമായിട്ടുള്ള പിൻബലമുണ്ട് എന്നാണ് പിന്നീട് മനസ്സിലായിട്ടുള്ളത്. കേസ് പരിഗണിച്ച
ശ്രീ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ കേസിൻ്റെ മുഴുവൻ നാൾ വഴികളും പരിശോധിക്കുകയും ഇപ്രകാരം ഒരു കുറ്റകൃത്യം നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുതകൾ ഈ കേസിലുണ്ടോ എന്ന് തലനാരിഴ കീറി പരിശോധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പരിശോധനയിൽ ഈ കേസിലെ കുറ്റാരോപിതരായിട്ടുള്ള റിപ്പോർട്ടർ ചാനലിലെ ആദ്യകാല റിപ്പോർട്ടർമാരായിട്ടുള്ള ശ്രീ പ്രദീപും പ്രശാന്തും ചെയ്ത പ്രവൃത്തി കറക്ഷണൽ സർവീസസ് മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ നിർവചനത്തിൽ കുറ്റകരമായിട്ടുള്ള പ്രവൃത്തിയായി പരിഗണിക്കാൻ കഴിയുകയില്ല എന്ന് കണ്ടെത്തുകയുണ്ടായി. ഒരു ജഡ്ജിയുടെ പുരോഗമനപരമായ വീക്ഷണവും നിയമത്തെ തലനാരിഴകീറി പരിശോധിച്ചുകൊണ്ട് വിധി എഴുതാനുള്ള ആ ഒരു പ്രാഗൽഭ്യവും ഒത്തുചേരുമ്പോഴാണ് വിധിന്യായങ്ങൾ സർഗാത്മകങ്ങളാകുന്നത്. അപ്രകാരം സർഗാത്മകമായിട്ടുള്ള വിധികൾ ഉണ്ടാകുമ്പോഴാണ് സമൂഹത്തിനാകെ മാതൃകയായി മാറുന്നത്. റിപ്പോർട്ടർ ചാനലിൽ ആദ്യകാല റിപ്പോർട്ടർമാരായിട്ടുള്ള ശ്രീ പ്രദീപും പ്രശാന്തും നടത്തിയ നിയമ പോരാട്ടം മുഴുവൻ പത്രപ്രവർത്തകർക്കും ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ പ്രേരകമാകുന്നതും അതോടൊപ്പം തന്നെ ഇങ്ങനെ അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുന്ന സ്റ്റിംഗ് ഓപ്പറേഷൻ അടക്കമുള്ള സാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന പത്രലേഖകർക്ക് ആത്മാഭിമാനവും അതോടൊപ്പം തന്നെ ആവേശവും പകരുന്ന ഒരു വിധിയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ്റേത്.